സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും സംസ്ഥാന സർക്കാരിന്റെ ധൂർത്തിന് അവസാനമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയം പഠിക്കാൻ മുടക്കുന്നത് ഖജനാവിലെ 20 കോടി രൂപയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള നവകേരള സർവേ CPMന്റെ രാഷ്ട്രീയ പ്രചാരണ ഉപാധി മാത്രമെന്ന് ആക്ഷേപം. വിവരങ്ങൾ MS വീണ നമുക്ക് നൽകും. വീണ, നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ധൂർത്ത് ഇപ്പോൾ മറ്റൊരു തലത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും തോറ്റു. ഇനി തോൽവി പഠിക്കാൻ വേണ്ടി 20 കോടി രൂപ, അതായത് പൊതുജനങ്ങളുടെ 20 കോടി രൂപ കൂടി തുലയ്ക്കണം. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ സർക്കാരിന്റെ ഒരു നയം. തീർച്ചയായും രാഖി, അങ്ങനെ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ 20 കോടി രൂപ ചിലവഴിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്, സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് സർക്കാരിനെതിരെ. 10 വർഷം ഭരിച്ചിട്ടും സംസ്ഥാനത്ത് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ സർക്കാരിന് പരാജയം സംഭവിച്ചിട്ടുണ്ട്. ഈ CPMന്റെയും CPIയുടെയൊക്കെ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിലയിരുത്തലുണ്ടായി. ഇതിന് പിന്നാലെയാണ് ഈ നവകേരള സർവേയുമായി സർക്കാർ രംഗത്തിറങ്ങുന്നത്. അതായത് സർക്കാരാണ് ഈ സർവേ നടത്തുന്നതെന്ന് പറയുന്നത് എങ്കിൽ പോലും വാസ്തവത്തിൽ ഈ സർവേക്ക് ചുക്കാൻ പിടിക്കുന്നത് CPM ആണ്, സഖാക്കന്മാരാണ്. പ്രാദേശിക സഖാക്കന്മാരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സർവേ നടത്തുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതും പൊതുജനങ്ങളുടെ പൈസയാണ് ഈ 20 കോടി രൂപ. ആ 20 കോടി രൂപ തുലച്ചുകൊണ്ടാണ് സർക്കാരിൻ്റെ CPMന് വീണ്ടും അധികാരത്തിലേറുവാനുള്ള പ്രചാരണം നടത്തുന്നത്. ഈ ഒരു ലഘുലേഖകൾ വിതരണം ചെയ്തും ഒപ്പം തന്നെ സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ടും ഓരോ വീടുകളിലും ചെന്ന് സർക്കാർ 10 വർഷം ജനങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു, വികസന മുരടിപ്പാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നതെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളുടെ സഹായത്തോടു കൂടി നടത്തിയ ചില പദ്ധതികൾ തങ്ങളുടേതാണെന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമം കൂടി വ്യാപകമായി നടക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഈ സന്നദ്ധ സേനയിലെ 85,000 പേരെയാണ് ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള സർവേക്ക് ആരംഭം കുറിച്ചിട്ടില്ല. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇത് ആരംഭം കുറിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ വടക്കൻ കേരളങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രചാരണങ്ങൾക്ക് ആരംഭം കുറിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സർക്കാരിൻ്റെ ചില പ്രഖ്യാപനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ യഥാർത്ഥമായിട്ട് സർക്കാർ തങ്ങളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തണമെന്നുണ്ടെങ്കിൽ, അതിൽ കൃത്യമായിട്ടൊരു സർവേ നടത്തണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ച് വസ്തുനിഷ്ഠപരമായിട്ടുള്ള സുതാര്യമായിട്ടുള്ള ഒരു സർവേയാണ് നടത്തേണ്ടത്. നിലവിൽ ഇപ്പോൾ നടത്തുന്ന സർവേ നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളത് മാത്രമാണെന്നുള്ളതും വിമർശനം ശക്തമാവുകയാണ്. അതിനെതിരെയുള്ള ആക്ഷേപവും ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. സർക്കാരിൻ്റെ ചില പദ്ധതികൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ അടുത്ത കാലത്ത് കേരളപ്പിറവി ദിനത്തിലാണ് അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം നടത്തിയത്, ഡിജിറ്റൽ സാക്ഷരതാ പ്രഖ്യാപനമൊക്കെ നടത്തി. ആ പ്രഖ്യാപനങ്ങളുമായി നമ്മൾ പിന്നീട് ആ പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞതിന് ശേഷം സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിമർശനം ഉയരുന്നത് നമ്മൾ കണ്ടു. ജനം TV തന്നെ ഈ അതിദാരിദ്ര്യമുക്ത അല്ല സംസ്ഥാനം എന്ന് തെളിയിക്കുന്ന വാർത്തകൾ തുടരെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പൊതുജനങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടതുമാണ്. ഇപ്പോഴും സുരക്ഷിത പാർപ്പിടമില്ലാതെ, കൃത്യമായിട്ടൊരു വരുമാനമില്ലാതെ 3 നേരം ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ജനങ്ങൾ ഇപ്പോഴും കേരളത്തിലുണ്ട്. അത്തരത്തിലുള്ള ജനങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാതെ തങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി കേരളത്തെ വികസനത്തിന്റെ പാതയിൽ എത്തിച്ചു എന്ന് കാണിച്ചുകൊണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടുകൾ നഷ്ടപ്പെട്ടു പോയത്, തദ്ദേശ തിരഞ്ഞെടുപ്പിലുണ്ടായ ദയനീയ പരാജയത്തിൽ നിന്ന് കരകയറുവാനുള്ള സഖാക്കളുടെ ശ്രമമാണ് നടക്കുന്നത്. മറുഭാഗത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 10 വർഷത്തെ ഭരണത്തിൽ ഇവർ എടുത്തു പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ്. ഈ പെൻഷൻ അടക്കം നൽകുന്നു, ചില ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നു, വനിതകൾക്കടക്കം 1000 രൂപ കൊടുക്കുന്നു എന്നുള്ളത് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം ആ ഒരു സമയത്ത് പ്രഖ്യാപിച്ചതാണ്. എന്നാൽ തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷവും നിങ്ങൾക്ക് വേണ്ടി, അതായത് 10 വർഷം കേരളത്തിനെ മാറ്റിയത് ഞങ്ങളാണ്, വികസന കുതിപ്പിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ലഘുലേഖകളിലടക്കം വ്യക്തമാക്കുന്നതെന്നാണ് സഖാക്കളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഉടനെ തന്നെ തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ വിതരണം ചെയ്തുകൊണ്ട് വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ക്യാൻവാസിലേക്കാണ് CPM കടക്കുന്നത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ K-Rail പദ്ധതിയുണ്ട്, അതുപോലെ തന്നെ K-Phone പദ്ധതിയുണ്ട്. സംസ്ഥാന സർക്കാർ വളരെ കൊട്ടി ആഘോഷിച്ചു കൊണ്ടുവന്ന പദ്ധതികളാണ് ഇതൊക്കെ. ഈ പദ്ധതികളൊക്കെ പാതി വഴിയിലായി ഇത് വഴിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നിട്ട് പോലും ഇതൊക്കെ വലിയ നേട്ടങ്ങളായിട്ട് എടുത്തു പറയുകയാണ് ശ്രമിക്കുന്നത്. മറുഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിന്റെ ഒരു പൊതുസഞ്ചിത കടം എന്ന് പറയുന്നത് 5 കോടിക്ക് പുറത്തൊക്കെ പോയിട്ടുണ്ട്, കോടികൾക്ക് പുറത്തേക്ക് പോയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ കോടികളുടെ സാമ്പത്തിക പ്രതിസന്ധിയും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ആരോഗ്യ മേഖലയിലെ തകർച്ച നമുക്കറിയാം. പല ആശുപത്രികളിലും കൃത്യമായിട്ട് ഉപകരണമില്ലാതെ രോഗികൾക്ക് കൃത്യമായിട്ട് ചികിത്സ നടക്കാൻ സാധിക്കാതെ ശസ്ത്രക്രിയ അടക്കം മുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. പൊതുഗതാഗതം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ KSRTC അടക്കമുള്ള വലിയ ധനനഷ്ടവും അതുമായി ബന്ധപ്പെട്ട് സർവീസുകൾ ചിലയിടത്തൊക്കെ മുടങ്ങുന്ന സാഹചര്യവും, റോഡുകളുടെ ശോചനീയ അവസ്ഥ അടക്കമുള്ള വിഷയമുണ്ട്. തൊഴിലില്ലായ്മയുടെ വലിയ രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധി സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു, അതുമായി ബന്ധപ്പെട്ടുള്ള
പ്രാരംഭ നടപടികൾ നടത്തുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളോ അത് സാക്ഷാത്കരിക്കുവാനോ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ കെ ഫോണൊക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത് സംസ്ഥാനത്ത് മിക്കയിടത്തും അത് നടപ്പായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വാസ്തവം ഇതൊക്കെയാണെങ്കിൽ പോലും തങ്ങളാണ് നേട്ടം വരുത്തിയത്. ജനങ്ങളെ കൂടുതൽ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ജനങ്ങൾക്ക് മടുത്തത് കൊണ്ടാണല്ലോ തോൽപ്പിച്ചത്. പക്ഷേ ആ തോൽവി ഇനി പഠിക്കാനും ജനങ്ങൾ കാശ് മുടക്കേണ്ട അവസ്ഥയിലാണ്. ആ രീതിയിലാണ് നമ്മുടെ ഇടത് സർക്കാരിന്റെ പോക്ക് എന്നുള്ളതാണ്. MS വീണയാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.